സാബി അലൻസോയുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ലാലിഗ മാച്ച് അങ്ങനെ കഴിഞ്ഞു. റയൽ മാഡ്രിഡിൻ്റെയും 2025-26 സീസണിലെ പുതിയ സീസണിലെ ആദ്യത്തെ ലാലിഗ മാച്ച് കഴിഞ്ഞു. അവർ ഈ ഒരു സീസണിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-0 എന്നുള്ളൊരു സ്കോറിന് ഒസാസുനയെ ബെർനാബിയിൽ വെച്ച് പരാജയപ്പെടുത്തി. ഓക്കെ, ഈ ഒരു മാച്ചിൽ കുറേ എനിക്ക് പേഴ്സണലി പറയാനുള്ള കുറേ നെഗറ്റീവ്സാണ്. ഓക്കെ, കുറച്ച് പോസിറ്റീവ്സും ഉണ്ട്, കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ്സൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ കരേറാസ്, ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള കരേറാസിനെ അവർ കൊണ്ടുവന്നു. കരേറാസ് വിനീഷ്യസ് ജൂനിയർ ഈ ഒരു കോംബോ വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും ടീമിൽ. അതുപോലെ തന്നെ കരേറാസ്, എംബാപ്പെ ഇവർ തമ്മിലൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ അതുപോലെ തന്നെ വേറൊരു പോസിറ്റീവ് എനിക്ക് വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മറ്റേ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ ഹ്യൂസിനെയും എദർ മിലിറ്റാവോയും സെൻറ്റർ ബാക്ക് ആക്കിയിട്ട് ഇറക്കി. അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കോമ്പിനേഷൻ. ഓക്കെ, സാബി അലൻസോ ഈ ഒരു ഡിഫൻസിനെ മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ഡിഫൻസാണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫോർമേഷനെ സെറ്റ് ആവുന്നത് എന്നുള്ളത് മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാബി അലൻസോ. അതിന് കഴിഞ്ഞ ദിവസം ഇറക്കിയ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡീൻ ഹ്യൂസൺ വളരെ കൂളായിട്ട് കളിക്കുന്ന, എദർ മിലിറ്റാവോ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഡിഫൻഡർ. ഈ ഒരു കോമ്പിനേഷൻ അത് റയൽ മാഡ്രിഡിൽ കഴിഞ്ഞ മാച്ചിൽ നല്ലപോലെ വർക്കായി. ഇത് ഇനി വരാൻ പോകുന്ന മാച്ചിൽ നല്ലപോലെ ഇമ്പ്രൂവ് ആകുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, എസ്പെഷ്യലി ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് കുറച്ചും കൂടി ഒഫൻസീവ് പ്ലെയറാണ്. ഡിഫൻസീവിനെക്കാട്ടിയും റൈറ്റ് ബാക്കിൽ കുറച്ചും കൂടി ഒഫൻസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു 3 പേർക്കും, കരേറാസിനും ഡീൻ ഹ്യൂസനും എദർ മിലിറ്റാവോ, ഇവർക്ക് 3 പേർക്കും ആ ഒരു ഡിഫൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ എടുത്ത് പറയേണ്ടത്, കഴിഞ്ഞ ദിവസം അറ്റാക്കിങ്ങിൽ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ബ്രൈം ഡയസായിരുന്നു ഇറങ്ങിയിരുന്നത്. റോഡ്രിഗോനെ ഇറക്കിയിട്ടില്ല. റോഡ്രിഗോനെ കഴിഞ്ഞ മാച്ചിൽ ഇറക്കിയിട്ടേ ഇല്ല. സാബി അലൻസോ വന്നതിന് ശേഷം ആവറേജ് 17 മിനിറ്റാണ് റോഡ്രിഗോ ഗ്രൗണ്ടിൽ വന്നത്. ഓക്കെ, അദ്ദേഹത്തെ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് വരുന്നുണ്ട്. കുറേ വാർത്തകൾ വരുന്നുണ്ട്. അറിയില്ല എന്തുകൊണ്ടാണ് റോഡ്രിഗോയെ ഇറക്കാത്തത് എന്നുള്ളത്. സോ ആർദെ ഗൂളറിനെയും വാൽവർഡേനെയൊക്കെയാണ്, ചുമാനിയാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ, വാൽവർഡേയും ആർദെ ഗൂളറുമായിരുന്നു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോളിങ് നല്ലപോലെ വേണം. ആർദെ ഗൂളർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ വാൽവർഡെ പിന്നെ ഞാൻ പറയണ്ടല്ലോ, അതൊരു വേറെ മനുഷ്യനാണ്, ബീസ്റ്റാണ്. അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാബി അലൻസോക്ക് അദ്ദേഹം ഒരു വജ്രായുധമായിട്ട് മാറാൻ പറ്റും. ചുമാനും അദ്ദേഹം എങ്ങനെയാണോ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാറുള്ളത് ആ ഒരു രീതി തന്നെ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ചൊന്ന് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. എനിക്ക് ഈ ഒരു മാച്ചിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ആയത് വേറെ ആരുമല്ല, വിനീഷ്യസ് ജൂനിയറാണ്. വിനീഷ്യസ് ജൂനിയറിന് എല്ലാവരും പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്സിംഗ് മെൻറ്റാലിറ്റി ഭയങ്കര മോശമായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ സീസണിൽ എല്ലാവരും പറഞ്ഞിരുന്നു. അത് ഭയങ്കരമായിട്ട് മാറി കേട്ടോ. അദ്ദേഹം നല്ലപോലെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാച്ചിൽ. പക്ഷേ എന്താ പറയുക, വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിഫൻഡേഴ്സ് എല്ലാവരും ഭയക്കുന്ന ഒരു വിനീഷ്യസ് ജൂനിയർ അത് എവിടെയോ പോയി. ഓക്കെ, എനിക്കറിയില്ല. കഴിഞ്ഞ സീസണിൽ എംബാപ്പെ വന്നതിന് ശേഷം അത് എവിടെയോ നമുക്ക് മിസ്സായ പോലെ. കഴിഞ്ഞ സീസണിൽ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് നമ്മൾ കണ്ടിരുന്നു, പക്ഷെ അതിന് മുമ്പത്തെ സീസൺ ബീസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ മാച്ചിലും റയൽ മാഡ്രിഡിൽ എന്താ പറയുക, റയൽ മാഡ്രിഡിൻ്റെ മെൻറ്റാലിറ്റി കുറച്ച് മാറ്റാനുണ്ട്. ഒസാസുനയെ പോലൊരു ടീമിനെ ബെർനാബിയിൽ 1-0 എന്നുള്ളൊരു സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഒരു കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് ടീമിന്. അത് സാബി അലൻസോയും മാറ്റി കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ഇൻ ദ അറ്റാക്കിങ്ങിലൊന്നും ക്രിയേറ്റീവായിട്ടുള്ള അറ്റാക്കുകളൊന്നും വരുന്നില്ല. എംബാപ്പെ എന്തൊക്കെയോ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പെനാൽറ്റി ഗെയിൻ ചെയ്തു. അങ്ങനെയാണ് ആ ഒരു പെനാൽറ്റിയിലൂടെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറിനൊന്നും ഡിഫൻഡേഴ്സ് ഇപ്പോൾ ഭയക്കുന്നേയില്ലേ. വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തെ പല സമയത്തും ടാക്കിൾ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ബോളിന് കയ്യിൽ നിന്ന് ബോൾ പോവുക, ഡിഫൻഡേഴ്സിന് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല, വിനീഷ്യസ് ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ ലാലിഗയും ചാമ്പ്യൻസ് ലീഗും കോപ്പ ഡെൽ റേ എല്ലാം നേടിയാലും എനിക്ക് തോന്നുന്നു ബാലൻ ഡിയോർ എംബാപ്പയ്ക്കേ പോവുള്ളൂ. കാരണം എംബാപ്പയാണ് ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ. ഇപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ഗോൾ വരുന്നത്. ഓക്കെ, എംബാപ്പെ വന്നതോടുകൂടി കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിൻ്റെ ബാലൻസ് അവിടെയും പിടി ചെറുതായിട്ടൊക്കെ പോയിരുന്നു. പക്ഷേ സാബി അലൻസോ പിടിക്കാൻ നോക്കുന്നുണ്ട്. വിനി ജൂനിയർ എന്തോ അവിടെ എവിടെയോ സൈഡായി പോലെ ഇതിന് നല്ല പോലെ തോന്നുന്നുണ്ട്. സ്റ്റിൽ ഞാൻ പറയുന്നു, അദ്ദേഹം ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം വരണം. ഓക്കെ, അദ്ദേഹം തിരിച്ചു വരണം, വന്നേ പറ്റൂ. റയൽ മാഡ്രിഡിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. സാബി അലൻസോ എങ്ങനെ അദ്ദേഹത്തെ യൂസ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഈ ഒരു സീസണിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷേ ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് ഞാൻ പറയും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റയൽ മാഡ്രിഡ് ടീമിൽ ഫ്രാങ്കോ മസ്തൻതുവാനോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാ പുതിയ സൈനിങ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടില്ല ഇറക്കിയിട്ടുണ്ട്. ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, ഹ്യൂസൺ ഇറങ്ങിയിട്ടുണ്ട്, കരേറാസ് ഇറങ്ങിയിട്ടുണ്ട്, മസ്തൻതുവാന ഇറക്കിയിട്ടുണ്ട്. മസ്തൻതുവാന 70 മിനിറ്റിന് ശേഷമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹം ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആയതുകൊണ്ട് തന്നെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ്. ഓക്കെ, അത്ര ഇമ്പാക്റ്റ് അത്രയധികം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വക ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു അവസാന നിമിഷം. ഓക്കെ, അതൊക്കെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ.
അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു വണ്ടർ കിഡ് ആണല്ലോ, ഒരു 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു വണ്ടർ കിഡ് ആണല്ലോ. സോ അദ്ദേഹം റയൽ മാഡ്രിഡ് ടീമിൽ തിളങ്ങും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ടോട്ടൽ ഓൾ ഇൻ ഓൾ റയൽ മാഡ്രിഡ് ടീം ഇമ്പ്രൂവ് ആവാനുണ്ട്. ഓക്കെ, ഈ ഒരു ടീമും വെച്ച് എൽ ക്ലാസിക്കോ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഴ്സലോണ എടുത്തിട്ട് കൊട്ടും എന്നാണ് എനിക്കിപ്പോഴും പേഴ്സണലി തോന്നുന്നത്. കാരണം കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ ഡിഫൻസ് കോമ്പിനേഷനായി വരുന്നുള്ളൂ, മിഡ്ഫീൽഡിൽ അതിൻ്റേതായിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് സാബി അലോൻസോ എങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം 4-3-3 എന്നുള്ള ഒരു ഫോർമേഷനിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് റയൽ മാഡ്രിഡ് ടീമിനെ. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾസിനെ എങ്ങനെയെങ്കിലും അടക്കണം, അല്ലെങ്കിൽ വേറെ മാർഗ്ഗമില്ല. ഞാൻ പറഞ്ഞല്ലോ, UCL മത്സരമായിക്കോട്ടെ, UCL റയൽ മാഡ്രിഡ് എന്നൊക്കെ പറയുമ്പോൾ റയൽ മാഡ്രിഡിന് ഒരു കപ്പ് കിട്ടിയില്ലെങ്കിൽ അതൊരു വല്ലാത്ത സീസണാണ് റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ക്ലബ്ബിന്. അതാണ് ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിൻ്റെ സ്പെഷ്യാലിറ്റി. ഇതൊരു വലിയൊരു ക്ലബ്ബാണ്. ഓക്കെ, ഇവർക്കൊരു കപ്പില്ലാത്ത സീസൺ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമാണ് റയൽ മാഡ്രിഡിൻ്റെ ഓഡിയൻസിനൊക്കെ. സോ അതിനനുസരിച്ചുള്ള ടീം കൊണ്ടുവരണം, അതിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സോ നമുക്ക് നോക്കാം. എന്തായാലും ഒസാസുനേറ്റ് 1-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. കീലിയൻ എംബാപ്പയാണ് ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്, പെനാൽറ്റിയിലൂടെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് കീലിയൻ എംബാപ്പെ. അദ്ദേഹം ഒരു ഗോൾ സ്കോർ ചെയ്ത് ലാലിഗയിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നതിൽ തുടക്കമിട്ടിട്ടുണ്ട്. റോഡ്രിഗോൻ്റെ ഭാവി ഫ്യൂച്ചർ എന്താവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. സിറ്റി നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട്. പെപ് ഗാർഡിയോളെ, അതായത് സിറ്റിയിൽ സാവിനോ എന്ന് കൊണ്ടൊരു പ്ലെയർ ഉണ്ട്, ആ ഒരു പ്ലെയർ ടോട്ടനാമിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ റോഡ്രിഗോയെ സൈൻ ചെയ്യും എന്നുള്ളതാണ് ഫെബ്രിസിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുള്ളത്. സോ റോഡ്രിഗോനെ സാബി അലോൻസോ ഒട്ടും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിനാണ് ഈ പ്ലേയിങ് ടൈം വേണം. 2026 വേൾഡ് കപ്പ് ഒക്കെ ബ്രസീലിന് വേണ്ടി വരാൻ പോവുകയാണ്. സോ അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം വേണം, അദ്ദേഹത്തിന് കളിക്കണം, അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ തന്നെ കളിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ സാബി അലോൻസോ ഒട്ടും ടൈം കൊടുക്കുന്നില്ല. സോ മേ ബി അദ്ദേഹം സിറ്റിയിലോട്ട് പോകാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും റയൽ മാഡ്രിഡ് ഓൾ ഇൻ ഓൾ ഞാൻ പറയല്ലോ, എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ഇമ്പ്രൂവ് ആവാനുണ്ട്, ടീം കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ഓക്കെ, UCL പോലത്തെ മത്സരങ്ങളിലും എൽ ക്ലാസിക്കോ പോലത്തെ മത്സരങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടീം വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ള കാര്യം സംശയമാണ്. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയാലോ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. സോ താങ്ക് യു സോ മച്ച്.